റാന്നി പ്ലാച്ചേരി ഫോറസ്റ്റ് സ്റ്റേഷനിൽ ജീവനക്കാർ കഞ്ചാവ് ചെടി വളർത്തിയെന്ന എരുമേലി റേഞ്ച് ഓഫീസറുടെ റിപ്പോർട്ട് പുറത്ത്. സ്റ്റേഷന് പിൻവശത്തെ ഒഴിഞ്ഞ കെട്ടിടത്തിലാണ് കഞ്ചാവ് ചെടികൾ വളർത്തിയത്. ഡെപ്യൂട്ടി റേഞ്ചറുടെ നേതൃത്വത്തിൽ തെളിവെടുപ്പിന് മുമ്പായി ചെടികൾ നശിപ്പിച്ചുവെന്നും റിപ്പോർട്ട് പറയുന്നു. അന്വേഷണം നടത്തുമെന്ന് വനമന്ത്രി എ.കെ. ശശീന്ദ്രൻ പറഞ്ഞു. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറായ സാം കെ സാമുവലും റെസ്ക്യൂവർ അജേഷും ചേർന്ന് ഓഫീസിന് സമീപത്തെ പഴയ കെട്ടിടത്തിൽ ചെടികൾ നട്ടുവളർത്തിയെന്നാണ് കോട്ടയം DFOയ്ക്ക് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത്. വിവരമറിഞ്ഞിട്ടും ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസറും 3 വനിതാ ജീവനക്കാരും മറച്ചുവെച്ചെന്നും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു. റേഞ്ച് ഓഫീസർ നേരിട്ടെത്തി നടത്തിയ അന്വേഷണത്തിൽ കഞ്ചാവ് വളർത്തിയതിന്റെ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ ചെടികൾ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. അതേസമയം 23-ന് ഉച്ചയ്ക്ക് 12 മണിയോടെ റിപ്പോർട്ടിൽ പരാമർശിക്കുന്ന സ്ഥലത്ത് നിന്നും നാട്ടുകാർ ഒരു കഞ്ചാവ് ചെടി പുറത്തെടുത്തു. അതേ 19-ാം തീയതി മറ്റോ റിപ്പോർട്ട് ചെയ്തതാണ്. ഇവിടുത്തെ ആരോ റിപ്പോർട്ട് ചെയ്തു. ഇന്ന് 24-ാം തീയതിയായി. 4-5 ദിവസമായി ഡിപ്പാർട്ട്മെന്റ് നടത്തി യാതൊരു അനക്കവുമില്ല. നിഷ്പക്ഷമായ അന്വേഷണം നടത്തണം. ഈ ഉദ്യോഗസ്ഥന്മാരെ കൂട്ടത്തോടെ സ്ഥലം മാറ്റണം. മറ്റ് മാതൃകാപരമായ ശിക്ഷാ നടപടികൾ സ്വീകരിക്കണം. APCCF വിജിലൻസിനോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ടെന്ന് വനമന്ത്രി എ.കെ. ശശീന്ദ്രൻ പറഞ്ഞു. കഞ്ചാവ് ചെടി കണ്ടെത്തിയതിന് മണിമല പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. തുടർ അന്വേഷണത്തിലെ മറ്റു വിവരങ്ങൾ വ്യക്തമാവുമെന്ന് പോലീസ് പറഞ്ഞു. DFOയ്ക്ക് റിപ്പോർട്ട് സമർപ്പിച്ച റേഞ്ച് ഓഫീസർക്കെതിരെ റിപ്പോർട്ടിൽ പരാമർശിക്കുന്ന 2 വനിതാ ജീവനക്കാർ ജോലിസ്ഥലത്തെ മാനസിക പീഡനം ചൂണ്ടിക്കാണിച്ച് നേരത്തെ പരാതി നൽകിയിരുന്നു. എക്സൈസും പോലീസും പരിശോധന നടത്തിയിട്ടും നാട്ടുകാർക്കാണ് ഇവിടെ നിന്നും കഞ്ചാവ് ചെടി കണ്ടെത്താൻ സാധിച്ചത്. റേഞ്ച് ഓഫീസർ റിപ്പോർട്ടിൽ പരാമർശിക്കും പോലെ ഇവിടെ വനപാലകർ കഞ്ചാവ് ചെടികൾ നട്ടു വളർത്തിയോ ഇല്ലയോ എന്ന് തുടർ അന്വേഷണത്തിലൂടെ കണ്ടെത്തേണ്ടതാണ്. ടിബിൻ ഡൊമിനിക്കിനൊപ്പം അഖിൽ കെ, മീഡിയ 1, പത്തനംതിട്ട.